കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതുട്ടോ. ഇന്ന് വളരെ സന്തോഷമായി. ഇന്ന് എന്താണെന്നറിയോ, ഇന്ന് നല്ല തിരക്കുണ്ട്. ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ നിർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടാണല്ലോ എല്ലാ തിരക്കും കൂടിയാണെന്ന്. അപ്പോൾ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ പോയിട്ട് ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷമായി. ഇന്ന് ശ്രീലകത്ത് ഒരു പൊന്നുണ്ണിക്കണ്ണനാണ് കിടക്കണത് കേട്ടോ. എന്താ ഒരു കാഴ്ച! ആ അരയാലിലയിൽ കിടക്കണ മാതിരി, ആ മരത്ത് കൊണ്ടേ കിടത്തിയ മാതിരിയാണ് യശോദാമ്മേ അമ്പാടിയുടെ മുറ്റത്ത് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ മുറ്റത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ആൾ. വളരെ രസമായിട്ട് ആ മലന്നിങ്ങനെ കിടക്കണ ചെറിയ ഉണ്ണിയാണ്. ഒരു ചെറിയ ഉണ്ണി എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഉണ്ണിയുടെ കുസൃതി എന്താ കാട്ടണമെന്ന് വെച്ചാൽ, ഇടത്തെ കാലിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. വലത്തെ കാലിൻ്റെ ആ തള്ളവിരലിങ്ങനെ വായിലേക്ക് കൊണ്ടുപോയിണ്ട. ആ പെരുവിരൽ നുണയൻ. എന്താ ഒരു കാഴ്ച എന്നറിയോ! അതിങ്ങനെ കാണുക വെച്ചാൽ ഒരു വളരെ സന്തോഷമാണ് കേട്ടോ. കാഴ്ച ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാലേ, ആ എന്താ ചെറിയ കുട്ടികളിങ്ങനെ ചില ആൾക്കാർ എത്ര കുസൃതികളാണെന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇത് അതിലേറെ രസം എന്താ വെച്ചാൽ, ഈ നുണയാൻ കിട്ടുന്ന സമയത്ത് ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, ആ ഒരു പുഞ്ചിരിക്ക് നമ്മൾ എന്ത് വില കൊടുക്കുക, അത്രയും രസമുള്ളൊരു പുഞ്ചിരിയാണ്. നമ്മളെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കണമുണ്ടേ, ആ വരുന്ന ഭക്തരെ ഒന്ന് നോക്കണമുണ്ട്. അപ്പം നോക്കിയിട്ടാണ് ആ ചിരിക്കണത്. ഞാൻ ഈ കാട്ടുന്നത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ എന്ന് പറയണ പോലെ എന്താ ഒരു കാഴ്ച എന്നറിയോ. എന്നാൽ ശ്രീലകത്ത് ഇങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ ആ മലന്നിങ്ങനെ കിടന്നിട്ട് ആ വലത് കാൽ വിരൽ രണ്ട് കൈ കൊണ്ട് കൂടി കൂട്ടി പിടിച്ചിട്ടാണ് കൊണ്ടുപോകണ്ടേ. കൂട്ടി പിടിച്ചാണ് കൊണ്ടുപോയിട്ട് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിക്കുകയാണത്. അതിൻ്റെ ഇടയിൽ ആ കള്ളക്കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുക നമ്മളെ. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമാണ്. അദ്ദേഹത്തിനും വളരെ സന്തോഷമായിരുന്നു. ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നതുകൊണ്ടേ ഇന്ന് ഉച്ചപൂജയും കളവാലങ്കാരമൊക്കെ ചെയ്തത് പഴയം സതീശോദിക്കനാണ്. അദ്ദേഹം നന്നായിട്ട് ഞങ്ങൾ ചാർത്തിയിട്ടുമുണ്ട് കേട്ടോ. ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മനസ്സിനെ, നമ്മളെ എത്ര ദുഃഖം ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങോട്ട് മറക്കും ആ ശ്രീലകത്തേക്ക് അങ്ങനെ നോക്കിയാൽ. അതൊരു വലിയ കാഴ്ചയാണ്. ഇന്നിപ്പോൾ എത്ര തിരക്കിൻ്റെ ഇടയിൽ കൂടെ വന്നാലും ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് വളരെ നമ്മളെ ഹൃദയത്തെ മതിക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ നന്നായിട്ടുണ്ട്. നല്ല തിരക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും എൻ്റെ കൂടെ ഗുരുവായൂർക്ക് വരൂ കേട്ടോ. നമുക്ക് ഗുരുവായൂർ പോവാം. ആ ഗുരുവായൂർ വന്നു നേരെ ഇങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മൾ ഉളിയിട്ട് ഇങ്ങനെ പോയി വാതിൽപ്പടിയുടെ അവിടെ എത്തി. ആ വാതിലിൻ്റെ അവിടുന്ന് ഒരു നോട്ടം കണ്ടു കേട്ടോ. ആ കണ്ണനെ ഇങ്ങനെ കാണുകയാണ്. എന്താ ഒരു രസം! ആ കാഴ്ചേനെ കണ്ടപ്പോൾ തന്നെ ആ മിന്നായം പോലെ കാണാൻ പറ്റിച്ചാലും അവിടുന്ന് ആരോ മുന്നിലതാ വലിയൊരാൾ. ഒന്നാണ് കുനിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നേരെ കാണാമായിരുന്നു. നമ്മളെ പ്രാർത്ഥന കേട്ടു, ആളെ ഒന്ന് മാറി തന്നു കേട്ടോ. നമുക്ക് നേരെ കാണാം. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞു ആ മുഖാണ്ടത്തേക്ക് എത്തുകയായി, ആ മണ്ഡപത്തിൻ്റെ മുന്നിലേക്ക്. ഇന്ന് അത്രയ്ക്ക് നമ്മൾ നീക്കണമൊന്നുമില്ല കേട്ടോ. തിരക്കൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമുക്കൊരു സന്തോഷമായി. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമുക്ക് കിട്ടി. അവിടെ നിന്ന് നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ ആ പ്രഭയിൽ ഇങ്ങനെ കാണുക വെച്ചാൽ എന്താ, ആ കൈകളിലും കാലിലൊക്കെ തളകളൊക്കെ ഇട്ടിട്ട് മാങ്ങാമാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ലൊരു തുളസിമാലയും കെട്ടിട്ടുണ്ട്. നല്ല കളവം കൊണ്ട് 3 പീലിയും ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ട് എന്താ ഒരു രസം, കൗതുകം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ സോപാനപ്പടിയിലേക്ക് എത്തുകയാണ്. ഇപ്പം നമുക്ക് നേരെ നല്ല ദർശനമാണ് കിട്ടുന്നത്. ആ സോപാനപ്പടിയിൽ നിന്നുള്ള ദർശനം, ആ ഗുരുവായൂരപ്പൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ, ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ ആ കിടക്കുന്ന എന്താ പറയുക, കോലായിൽ കിടക്കുന്ന ആ ഒരു പൊന്നുണ്ണിക്കണ്ണനെ പോലെയാണ്. അതായത് യശോദാമ്മ അവിടെ ഒരുക്കി ആയിട്ട് അവിടെ എടുത്ത് കിടത്തിയതാണ്. ആ വളരെ പൂമുഖപ്പടിയിൽ, കോലായി എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഭാഷയാണ് കേട്ടോ. എന്നാലും പൂമുഖത്തിൻ്റെ ആ ഒരു പടിയെയാണ് പറയണത്. പൂമുഖത്താണ് നമ്മളത് പറയണത്. ആ പൂമുഖത്ത് ഇങ്ങനെ കിടത്തിയിട്ട് കണ്ണെഴുതി പൊട്ടുവിട്ടിട്ടൊക്കെ ഒന്ന് കുറച്ച് നേരം കിടക്കുണ്ണിയേ എന്ന് പറഞ്ഞിട്ട് കിടത്തിയ മാതിരിയാണ്. പക്ഷെ ആളതാണ് കേട്ട അവിടെ ഇറക്കി അങ്ങോട്ട് കിടത്തിയ സമയത്താണ് പതുക്കെ അമ്മ അവിടെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ കാലിങ്ങനെ നുണയണത്. എന്നിട്ട് അതുമല്ല രസമായി, നമ്മളെ നോക്കുകയാണ്. അതാണ് വലിയൊരു കാഴ്ച. നമ്മളെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്.
ഇനി ഇത് നിങ്ങളാരും ചെയ്യണ്ട കേട്ടോ എന്ന് പറയാൻ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ ഗുരുവായൂരപ്പനെ പൊന്നുണ്ണിക്കണ്ണനെ ദർശിച്ചു. ഇനി നമ്മളെ പ്രശ്നങ്ങളൊക്കെ അവിടെ ശ്രീലകത്തേക്ക് അങ്ങോട്ട് ഇറക്കി വയ്ക്കുകയാണ് നമ്മളെ സോപാനപ്പടിയിൽ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ആളുകളെ സോപാനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യണമുണ്ട്. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലേക്കും ആരൊക്കെ ഉള്ളിച്ചാലൊക്കെ വന്ന് അപ്ലൈ ചെയ്തോട്ടെ. ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആ കടാക്ഷമുള്ള 15ഉം 12ഉം 27 പേർക്ക് കിട്ടും. അപ്പോൾ ആരൊക്കെയാണ് ആ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും എന്ന് അറിയില്ല. എന്തായാലും അവർ വരുന്ന ആളുകൾക്കും കുറച്ചൊക്കെ ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ദർശനം കിട്ടും. എല്ലാവർക്കും മനുഷ്യത്വമൊക്കെ ഉണ്ടാവും, എന്നാലും ചില മുകളിൽ നിന്നൊക്കെ പറയുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ടായിരിക്കാം മാറ്റുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ തൊഴുതു വളരെ സന്തോഷമായി. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണ